ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഖുർആൻ ജേർണലിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെ മുന്നേ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയാണ് ജേർണലിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അതൊന്ന് കണ്ടു നോക്കുക. നമ്മളെ ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖുർആൻ ജേർണലിങ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജേർണലിങ് ചെയ്യുന്ന ഓരോ വീഡിയോസും ഞാനതിൽ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാം. അതാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാനും എളുപ്പമായിരിക്കുമല്ലോ. ഇന്ന് നമ്മൾ സൂറത്തു നാസാണ് ജേർണലിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനിതാ സൂറത്തു നാസ് എന്ന് എഴുതിയിട്ടുണ്ട്. നാസ് എന്നതിൻ്റെ അർത്ഥം ജനങ്ങൾ എന്നാണ്. അതിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ 114-ാമത്തെ സൂറത്താണ് സൂറത്തു നാസ്. അതുകൊണ്ട് അത് ഞാനിവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അധ്യായം 114 മക്കയിൽ അവതരിച്ച സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മക്ക എന്ന് എഴുതിയിട്ടുണ്ട്. 6 ആയത്തുകളാണ് സൂറത്തു നാസിൽ ഉള്ളത്. 30-ാമത്തെ ജുസ്ഇലാണ് സൂറത്തു നാസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൂറത്തു നാസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നുള്ളത് നോക്കാം. ഈ സൂറത്തിനെ മുഅവ്വിദത്തൈനി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. 113-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഫലക്ക്, സൂറത്തു നാസ് എന്നീ സൂറത്തുകൾ ചേർന്നതാണ് മുഅവ്വിദത്തൈനി എന്ന് പറയുന്നത്. പിശാചിൽ നിന്നുള്ള രക്ഷ നേടാനും കണ്ണേർ, സിഹർ എന്നിവയിൽ നിന്നൊക്കെയുള്ള സംരക്ഷണത്തിനും ഈ സൂറത്തുകൾ 3 പ്രാവശ്യം ഓതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തു നാസിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൂറത്തു നാസിലെ ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. പരമകാരുണ്യകനും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ആദ്യത്തെ ആയത്തായ കുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് വെച്ചാൽ പറയുക, അതായത് നബിയോട് പറയുക എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ നാഥനോട് ഞാൻ അഭയം തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് മലിക്കിന്നാസ്. മലിക് എന്ന് വെച്ചാൽ രാജാവ് എന്നാണ് അർത്ഥം. ജനങ്ങളുടെ രാജാവിനോട്. ഇലാഹിന്നാസ് ജനങ്ങളുടെ ദൈവത്തോട്. മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ് ദുർബോധനം നടത്തി പിന്മാറുന്ന പിശാചിൻ്റെ ദ്രോഹത്തിൽ നിന്ന്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് അവൻ മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്നവനാണ്. മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവനും. ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥം. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ മനസ്സിലാക്കി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. ആദ്യം ഞാനിവിടെ ഇമ്പോർട്ടൻറ്റ് വേഴ്സസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് വേഴ്സസ് എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. ബിറബ്ബിൻ നാസ് എല്ലാത്തിൻ്റെയും നാഥൻ. എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ എല്ലാത്തിൻ്റെയും നാഥനാണ് എന്ന് പറയുന്നത്? ഈ ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. അതുകൊണ്ടാണ് തൻ്റെ അടിമകളുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുകയും അവർക്ക് വിവിധ തരത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നതുകൊണ്ടാണ് അള്ളാഹുവിനെ എല്ലാത്തിൻ്റെയും നാഥൻ എന്ന് പറയുന്നത്. ഈ ഒരു ആയത്ത് നമ്മൾ ഡീപ്പായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ഭൂമിയുടെ മുഴുവൻ നാഥനാണ് അള്ളാഹു. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരേ ഒരു ശക്തിയാണ്. അള്ളാഹു അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാർക്കായാലും മറ്റുള്ള ജീവജാലങ്ങൾക്കായാലും ഒക്കെ ഭക്ഷണമായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ അങ്ങനെ ഓരോ ജീവിക്കും ഓരോ ഭക്ഷണങ്ങൾ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എത്തിച്ചു തരുന്നത് അള്ളാഹു ആണ്. അതേപോലെ തന്നെ നമുക്ക് അള്ളാഹു എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത്. കാണാനും കേൾക്കാനും സംസാരിക്കാനും നടക്കാനും ഇരിക്കാനും അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. എണ്ണിയാലും തീരാത്ത അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും എല്ലാത്തിൻ്റെയും നാഥനാണ് അള്ളാഹു എന്ന്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വേഴ്സസ് ആണ് മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവ്. പരമാധികാരം, ആധിപത്യം എന്നീ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അള്ളാഹുവിനെ രാജാവ് എന്ന് പറയുന്നത്. ഒരു രാജാവ് എന്ന് പറയുമ്പോൾ ആ രാജാവിനായിരിക്കും പരമാധികാരം. രാജാവ് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അടിമകൾ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താൽ രാജാവ് അതിനുള്ള പ്രതിഫലം നൽകും. ആ രാജാവിനെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അവർക്കുള്ള ശിക്ഷ രാജാവ് നടത്തും. ഇവിടെ ഖുർആനിൽ പറയുന്നത് അള്ളാഹു രാജാവാണ് എന്നാണ്. അള്ളാഹു ആജ്ഞകൾ പുറപ്പെടുവിക്കുകയും പ്രതിഫലം നൽകുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. ഇതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിസ്കാരം. അള്ളാഹു നമ്മളോട് 5 നേരം നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. ഇനി ആ നിസ്കാരം നമ്മൾ ഉപേക്ഷിച്ചെങ്കിലോ അതിനുള്ള തക്കതായ ശിക്ഷ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കും. അള്ളാഹുവിന് തൻ്റെ അടിമകളോട് കൽപ്പിക്കാനും പ്രതിഫലം നൽകാനും ശിക്ഷിക്കാനും ഒക്കെയുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവ് എന്ന് അള്ളാഹുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വേഴ്സസ് ആണ് ഇലാഹിന്നാസ്, ജനങ്ങളുടെ ദൈവം. അതായത് ആരാധിക്കപ്പെടുന്നവനും ആരാധിക്കപ്പെടാൻ യോഗ്യനായവനും അള്ളാഹുവാണ്. ഇനി സൂറത്തു നാസിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു 3 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ പിക്ക് അഭയം തേടുന്നു. ആരെയാണ് നമ്മൾ അഭയം തേടേണ്ടത്? അള്ളാഹുവിനെ. അത് സൂചിപ്പിക്കുന്ന ഒരു പിക്കാണ് ഇത്. അഭയം തേടേണ്ടത് ആരോടാണ്? ജനങ്ങളുടെ രാജാവിനോട്. എന്തിനാണ് നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടുന്നത്? പിശാചിൻ്റെ ദുർബോധനത്തിൽ നിന്ന്. ഈ കാര്യങ്ങളാണല്ലോ സൂറത്തു നാസിൽ പ്രധാനമായിട്ടും പറയുന്നത്. അത് മനസ്സിലാക്കിയെടുക്കാനാണ് ഇങ്ങനെയൊരു പിക്ക് വരച്ചിട്ടുള്ളത്. ഇനി എനിക്ക് സൂറത്തു നാസിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് റിഫ്ലക്ഷൻ എന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം അഭയം തേടലിനെ സൂചിപ്പിക്കുന്നൊരു സൂറത്താണ്. എന്തിനാണ് അഭയം തേടുന്നത്? പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് സംരക്ഷണം ചോദിച്ചുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ് സൂറത്തു നാസ്. രണ്ടാമത്തത് അള്ളാഹുവിനാണ് പരമാധികാരം എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ ജനങ്ങളുടെയും മറ്റുള്ള ജീവജാലങ്ങളുടെയും ഒക്കെ നാഥനും രാജാവും ദൈവവും ഒക്കെ അള്ളാഹുവാണ്. അതുകൊണ്ടാണ്. ഇനി മൂന്നാമത്തേത് ആത്മീയ സംരക്ഷണം. നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന നിഷേധാത്മക ശക്തികൾക്കെതിരെ, അതായത് കണ്ണേറ്, സിഹ്റ് ചെയ്യുന്നവർ, മാരണക്കാർ, അവർക്കൊക്കെ എതിരെ അള്ളാഹുവിനോട് സംരക്ഷണം തേടുന്നതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നൊരു സൂറത്ത് കൂടിയിട്ടാണ് ഈ സൂറത്തു നാസ്. നമ്മൾക്കറിയാം, ഒരാൾക്ക് കണ്ണേറോ സിഹ്റോ മാരണമോ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സമാധാനമൊക്കെ നഷ്ടപ്പെടും. അയാൾക്ക് അസുഖങ്ങൾ വരും, മരണം സംഭവിക്കാൻ വരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടൊക്കെ തന്നെ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണത്തിനായിട്ട് ഈ സൂറത്തു നാസ്, അതായത് മുഅവ്വിദത്തൈനി ഓതിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ അഭയം തേടുക, അള്ളാഹുവിനോട് നമ്മൾ സംരക്ഷണം ചോദിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ സൂറത്തു നാസിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇനി നിങ്ങൾ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള റെഫറൻസസൊക്കെ വെച്ചിട്ട് എല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് ജേർണലിംഗ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് നോക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പോസാക്കിയിട്ട് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ സൂറത്തു നാസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തു നാസ്, അങ്ങനെ 2 സൂറത്തുകൾ ജേർണലിംഗ് ചെയ്ത് കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇനി സൂറത്തുൽ ഫലക്കാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വേഗം തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങളോടൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. വേറൊന്നുമല്ല, നമ്മളെ യൂട്യൂബ് ഫാമിലി 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രക്കും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാൾ എൻ്റെ കൂടെ നിന്നതിന് എല്ലാവരോടും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 1.5 വർഷമൊക്കെ കഴിഞ്ഞു. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ 10K സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുമെന്ന്. എന്താ പറയുക, അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന എല്ലാവരോടും, അതേപോലെ തന്നെ ഇപ്പോൾ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട്. അവരോടും ഒക്കെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനിയും എനിക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട്, ഇഷ്ടമാവുന്നുണ്ട് എന്നൊക്കെ ഉള്ള നിങ്ങളെ കമൻസ് വായിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും ഓരോ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കുന്നത്. അതുകൊണ്ട് ഇനിയും നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവുന്നു, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ടോ അതല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.